ശരിക്കും ഈ സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് നാടകത്തിലോ ഒന്നുമില്ല ജീവിതത്തിൽ ഭയങ്കര നാടകമായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എങ്ങനെയാണ് സിനിമ എന്നുള്ളൊരു ആഗ്രഹം? പറഞ്ഞ ലിജോ ജോസ് പല്ലിശ്ശേരി, ചെമ്പൻ വിനോദ്, അതൊക്കെ നമ്മൾ കൂട്ടുകാരാണ്. അങ്ങനെ ബേസിൽ വന്നതാണ്. നമ്മളവിടെ ഒരു ഹോട്ടലും പരിപാടിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരിക്കലും ഉണ്ടായില്ലല്ലോ. ഈ പറഞ്ഞ സിനിമയൊക്കെ നമുക്ക് എവിടെ അപ്രാപ്യം തന്നെയായിരുന്നു. ഇപ്പൊ ഒരുപാട് സിനിമകൾ അഭിനയിക്കുന്നു, സിനിമകൾ വരാനിരിക്കുന്നുണ്ട്. അത് രസമുണ്ട്, മൂടാണ്. അപ്പോൾ ഒരുപാട് മലയാള സിനിമകൾ ഇപ്പോൾ റിലീസാവുന്നുണ്ട്, അല്ലെങ്കിൽ വലിയ വലിയ സിനിമകളൊക്കെ റിലീസാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇതേപോലെ ചെറിയ ചെറിയ സിനിമകളൊക്കെ ശ്രദ്ധിക്കപ്പെടാറില്ല, അല്ലെങ്കിൽ ആളുകൾ കാണാൻ വരാറില്ല എന്ന് തോന്നുന്നുണ്ടോ? ഓ, അത് സത്യമായ കാര്യമാണ്. ഈ പറഞ്ഞ നമ്മൾ തന്നെയായാലും തിയേറ്ററിലൊക്കെ എന്തോരം പടങ്ങൾ ഇറങ്ങണം, എല്ലാ പടവും നമ്മൾ പോയി കാണണമല്ലോ. ഒരു സാധാരണ പ്രശ്നം വെച്ചാൽ എല്ലാ സിനിമകളും പോകാൻ പറ്റാറില്ല. എന്തെങ്കിലും ആൾക്കാർ 2-3 ആൾക്കാരൊക്കെ നല്ലത് പറഞ്ഞ് കേട്ടിട്ട് നമ്മൾ ടപ്പിയെന്ന് പറഞ്ഞിട്ട് ആ പടങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇപ്പം എന്തെങ്കിലും നല്ല പരിപാടികളില്ലാണ്ട് പടങ്ങളൊന്നും വിജയിക്കില്ല. ഇപ്പം എത്ര ഇൻ്റർവ്യൂ എടുത്താലും എത്ര പോസ്റ്ററുകൾ ഇറക്കിയാലും പടത്തിൽ നല്ലതുണ്ടെങ്കിൽ ആൾക്കാർ കാണും, അതല്ലെങ്കിൽ എത്ര നമ്മൾ കാണിച്ചാലും കാര്യമില്ല. നമ്മുടെ ഈ സുകുമാരക്കുറിപ്പ് അല്ലെങ്കിൽ ഗ്യാങ്സ് ഓഫ് സുകുമാരക്കുറിപ്പിൽ എന്താണ് നമ്മുടെ പ്രേക്ഷകന് വന്ന് കാണാനായിട്ട്? ഞാൻ പറയുന്നത് കുറേ പടങ്ങൾ ഇറങ്ങുന്ന ദിവസങ്ങളാണ്. സെപ്റ്റംബർ 13 വലിയ പടങ്ങൾ, നമ്മുടെ ആൻ്റണിയുടെ പടങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ അനിയൻ്റെ പടങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ തന്നെ നമുക്ക് വലിയ ഹെവി ആയിട്ട് ഒന്നും ഭയങ്കര ഒരു വലിയ പടമായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ചെറിയൊരു പടം നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. കുഞ്ഞു പടത്തിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഈ ഓണത്തിന് ഈ പടം കൂടി കാണണം. തിയേറ്ററിൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ സന്തോഷം. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മുടെ പ്രേക്ഷകന് കിട്ടുന്ന ഒരു സന്തോഷം? ഒരു കോമഡി മൂഡാണ് പടം. അപ്പോൾ അബു സലീമിക്കാനൊക്കെ നമ്മളങ്ങനെ ഫുൾ ത്രൂ കോമഡി ആയിട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ ഇപ്പോൾ ഒട്ടുമിക്ക കോമഡി തന്നെ ആൾക്കാർ, ജോണിച്ചേട്ടനുണ്ട്, ടിനിച്ചേട്ടനുണ്ട്, ഇവരൊക്കെ ഉണ്ട്. ടീച്ചർ പറയുന്നതായിരുന്നു നമ്മുടെ കേരളം കണ്ടുപിടിച്ചെന്താണ് പിണറായി വിജയൻ, ആ ഒരു രീതിയിലുള്ള തമാശകൾ അങ്ങനത്തെ. അല്ലാണ്ട് രാഷ്ട്രീയക്കാരെന്ന് കുറ്റം പറയണതോ അതൊരു ഒറ്റ സീനിൽ മാത്രമല്ല, ഒന്നുമില്ല. അത് പെട്ടെന്ന് ആ സിറ്റുവേഷനിൽ പറഞ്ഞു പോണതാണ്, അല്ലാണ്ട് സാറ്ററിക്കലായ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഈ മലയാള സിനിമയിൽ മലയാളം ഓഡിയൻസുകൾ നമ്മുടെ മലയാള സിനിമകൾ കാണാതെ ഇപ്പൊ അന്യഭാഷ ചിത്രങ്ങളിലേക്ക് പോകുന്നൊരു സാഹചര്യമാണ് ഇപ്പൊ തരുന്നത്. അത് എന്തുകൊണ്ടായിരിക്കും എന്നാണ് തോന്നുന്നത്? ഇപ്പൊ അവരെ പിടിച്ചിരുത്തുന്ന അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന കുറെ കണ്ടന്റുകൾ നമ്മുടെ മലയാള സിനിമയിൽ വരാത്തതുകൊണ്ടാണ് തോന്നുന്നത്. അങ്ങനെ ആയിരിക്കും. ഈ പറഞ്ഞോണം പണ്ടും തമിഴ് പടങ്ങളൊക്കെ വന്നു നമ്മൾ ഒട്ടുമിക്ക തമിഴ് പടങ്ങൾ കണ്ടുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ അത് കൂടി തെലുങ്ക് പടങ്ങളും അതുവരൊക്കെ പണ്ട് തമിഴ് മാത്രമാണ് നമുക്ക് വന്നുകൊണ്ടിരുന്നത്. അത് ഈ പറഞ്ഞോണം അങ്ങനത്തെ ഒരു വേവാണല്ലോ. ഈ പറഞ്ഞ എല്ലാം അഫോർഡബിളാണ് നമുക്ക്. പണ്ട് അങ്ങനെയില്ല. ഏതെങ്കിലും 2-3 നടന്മാരുടെ പടങ്ങൾ മാത്രമാണ് നമുക്ക് ഇവിടെ കാണാനും മെയിൻ തിയേറ്ററുകളൊക്കെ വരുള്ളൂ. ഇതും അവിടുത്തെ ചെറിയ ഗ്രൂപ്പുകൾ ഇടുന്ന പടം പോലും നല്ലതാണെങ്കിൽ ഇപ്പോൾ ടപ്പ് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണാമല്ലോ. അങ്ങനെ കോവിഡിന് ശേഷമാണ് ഇപ്പോൾ തോറും പുതിയ നമ്മുടെ മക്കൾക്ക് എല്ലാ പടം കൊറിയൻ എല്ലാ പടങ്ങളുടെ ഡീറ്റെയിൽസ് അറിയാം. വല്ല ആൾക്കാരൊക്കെ എവിടെ വല്ല VCR പോലെ അതാണ്. എല്ലാം പ്രാപ്യമായ ഒരു കാലത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാവും, ഉറപ്പായിട്ടും മാറ്റം ഉണ്ടാവും. നല്ല പടങ്ങളൊക്കെ വിജയിക്കുന്നേ. ഇപ്പോൾ അല്ലെങ്കിലും ഭാവിയിലൊക്കെ അത് വിജയിക്കും. ഇപ്പോൾ ചില പടങ്ങളൊക്കെ ഇപ്പോൾ കാണുമ്പോൾ ഇതൊക്കെ അന്ന് എങ്ങനെ എടുത്തതെന്നൊക്കെ വിചാരിക്കും. പക്ഷെ അന്ന് അത്ര ബുദ്ധി ഉപയോഗിച്ച് അവർ ചെയ്തേണ്ടത്, എന്നാലും അത് വിജയിക്കും, സത്യമൊക്കെ ജയിക്കും.